നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശതാബ്ദി നിറവിലെത്തിയ മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പ കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്കപ്പുറം സഹകരണ ബാങ്കുകളുടെ പ്രസക്തി മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നിക്ഷേപിക്കുന്ന പണം ഇവിടെ കൊടുക്കുന്ന വായ്പയും ഇവിടെ തന്നെയുണ്ട് എന്നതാണ് സഹകരണ ബാങ്കിന്റെ പ്രത്യേകത. ഓരോ സഹകരണ ബാങ്കിന്റെ ചുറ്റുപാടിന്റെ പരിധിക്കപ്പുറത്തേക്ക് പണം പോകുന്നില്ല. മറ്റു ബാങ്കുകളിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അത് കേരളത്തിൽ എന്നല്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. എന്നാൽ സഹകരണ ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ ഈ ബാങ്കിലെ പണം ഈ നാട്ടിലെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നു എന്നതിലാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. എത്ര തലമുറകളിൽപ്പെട്ട ആളുകളാണ് ഈ ബാങ്കിൽ കൂടി പോയി. ഇത് നാട്ടുകാരുടെ വീട്ടുമുറ്റത്തെ ബാങ്കാണ് അല്ലേ, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബാങ്കാണ്. വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. ഞാൻ എപ്പോഴും പറയും, വ്യക്തിക്ക് മാത്രമല്ല, സംഘടനയ്ക്കും വ്യക്തിക്കും സ്ഥാപനത്തിനും എല്ലാത്തിനും പ്രധാനം വിശ്വാസ്യത. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കണം. ആ വാക്ക്, ആ വിശ്വാസം ജനങ്ങളുടെ ഒരു സ്ഥാപനം എന്നല്ലേ, ഒരു ധനകാര്യ സ്ഥാപനമാണ്. മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രസക്തിയുണ്ട്. എന്താ കാര്യം? ഇവിടെ നിക്ഷേപിക്കുന്ന പണം, ഇവിടെ കൊടുക്കുന്ന വായ്പ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഈ ചുറ്റുപാടുണ്ട് ഇല്ലേ? ഇവിടെ ഈ പണം പുറത്തേക്ക് പോകുന്നില്ല. ഈ ബാങ്കിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പണം പോകുന്നില്ല. അതാണ് സഹകരണ ബാങ്കിന്റെ പ്രസക്തി. ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ ചെയർമാൻ വി വേണുഗോപാൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി.കെ. രാജൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി.ജെ. സ്റ്റാൻലി, മറ്റം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ ഷാജു തരകൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് എം.കെ. അപ്പു, ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് വി.ആർ. അനൂപ്, സെക്രട്ടറി സി.എൻ. രംഗീഷ് എന്നിവർ സംസാരിച്ചു. ജൂൺ 15 നടന്ന ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായ വി.ഡി. സതീശന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല.